സിനുവിൻ്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകല്ലേ, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പേറ്റിന് കൂട്ടിക്കൊണ്ടുപോകല്ലേ. ആസ് എ വല്യമ്മായി ഐ ഹാവ് ടു ബി ദർ. ഒന്നും നോക്കിയില്ല, ചീറിപ്പാഞ്ഞ് വീട്ടിൽ. നമ്മുടെ സൈഡിലൊക്കെ കലവറയിലാണ് മെയിൻ ആഘോഷം. എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയാണ് ഇവിടെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ എല്ലാ ഫംഗ്ഷനും എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. അധിക സമയം ഇതിങ്ങനൊന്നും അല്ലടാ, എന്താടാ ചെയ്തത്, ഇങ്ങനൊന്നും അല്ല, ഇതെന്തോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള നൃത്തമാണ് ഈ കാണുന്നത്. എന്നാലും ഉണ്ടാക്കിയ ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ടേസ്റ്റ് അല്ലെങ്കിലും ആരൊന്നും പറയൂല, സ്വന്തമായി ഉണ്ടാക്കിയ ഫുഡല്ലേ. കുട്ടികൾ, മുതിർന്നവർ, ഗർഭിണികൾ എന്നിവർക്കൊന്നും ഒരു പരിഗണനയില്ല. എല്ലാവരും പണിയിൽ പങ്കാളികളാണ്. ഇതെന്റെ ഷാലുത്ത ഇന്നുത്ത്. ഷാലു ആണെങ്കിൽ പല്ലിന് ക്ലിപ്പിട്ടിട്ട് ഞാൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുട്ടികളും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മരുവൾ പോകുന്നതിന് വേണ്ടിയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഉമ്മ. എന്തിനാ കരയുന്നത് എനിക്കറിയില്ല, കാരണം അടുത്ത ആഴ്ച അവൾ ഇങ്ങോട്ട് തന്നെ വരുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നമാണ് ഉന്നം. ഞങ്ങൾ ഫുഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അടിപൊളി ഫുഡായിരുന്നു. നാത്തോൻ പോയ സങ്കടത്തിൽ ഒരു വറ്റ് പോലും ഇറക്കാൻ പറ്റാതെ കഷ്ടപ്പെടാണ് എൻ്റെ ജിനു. പരിപാടി കഴിഞ്ഞു, കോസ്റ്റ്യൂം ചേഞ്ച്, കളത്തിലിറങ്ങി പണിയുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കൾച്ചർ കൂടിയുണ്ട്. കുറേ പലഹാരങ്ങൾ കൊണ്ടുവരും. ഈ വീട്ടിൽ ഓരി വെക്കാൻ എനിക്കാണ് ടാലൻറ്റ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഞാനത് വീതം വെച്ച് കൊടുത്തു. സിനു എന്തായാലും അടുത്ത ആഴ്ച തന്നെ വീട്ടിലെത്തി. ഇങ്ങനെയുള്ള പരിപാടികൾ ഞാനൊരു ഗെറ്റ് ടുഗദറിനുള്ള കാരണങ്ങളായിട്ട് കാണാനാണ് ഇഷ്ടപ്പെടുന്നത്.